2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി 19 എംപിമാരെ UDFിൻ്റെ ഭാഗത്ത് നിന്ന് വിജയിപ്പിച്ചു കൊണ്ടുവന്നതിലും 2024 BJPയും ഇടതുപക്ഷവും ഒക്കെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുവാൻ തയ്യാറെടുത്തു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിൽ UDF നേതാക്കന്മാരെ വിജയിപ്പിച്ചതിലെല്ലാം കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടർമാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ പ്രത്യേകിച്ച് UDFിനെ കൈപിടിച്ച് ഉയർത്തുന്നതിൽ മുസ്ലിം വോട്ടുകൾക്ക് വലിയ സ്വാധീനവും വലിയ ഇടവുമുണ്ട്. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പല രാഷ്ട്രീയ സംഘടനകളും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃപദവിയിലേക്കോ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളെയോ പരിഗണിക്കുന്നില്ല എന്ന വലിയ ഒരു ആരോപണവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായിരുന്ന അജീബ എം സാഹിബ്. അജീബ എം സാഹിബ് പറയുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസിനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ എല്ലാ കാലത്തും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന രീതിയാണ് മുസ്ലിം സമുദായത്തിന് എല്ലാ കാലത്തുമുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരിക എന്ന യാതൊരു ബോധവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണമാണ് അജീബ മുൻപോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ന്യൂനപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ അവരെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ 19ലെയും 24ലെയും എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോയേനെ. അത്രമേൽ സംരക്ഷിക്കുന്നുണ്ട് ആ വോട്ടർമാർ. എന്നിട്ടും അവരുടെ സമുദായത്തിൽപ്പെട്ട ആരെയും കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല കോൺഗ്രസ് എന്ന ഒരു വാദമാണ് അജീബ മുൻപോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന് ഒരു നിലപാടാണ്, അത് മുസ്ലിങ്ങൾക്ക് കൂടി അനുകൂലമാകുന്ന തരത്തിലേക്കുള്ളൊരു നിലപാട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു നിലപാടാണ്, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റൊരു നിലപാടാണ്. അതായത് ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത നിലപാട് പുലർത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ മുൻ നേതാവും വനിതാ നേതാവും ഒക്കെയായ അജീബ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോലും മഹിളാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരെയോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്കോ ഒക്കെ കാര്യമായ രീതിയിൽ പരിഗണിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന് UDF മുന്നണിയിൽ കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് മറ്റൊരു പാർട്ടിയാണ് എന്ന ബോധ്യം കോൺഗ്രസിനുണ്ടാകണം. മുസ്ലിം ലീഗ് ഒരിക്കലും കോൺഗ്രസിൻ്റെ ഭാഗമല്ല, അവ UDFിനോടൊപ്പം നിൽക്കുന്ന ഒരു മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ സജീവമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർക്ക് മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് കാര്യമായ രീതിയിലുള്ള പരിഗണന നൽകണ്ട എന്ന ഒരു തോന്നൽ കോൺഗ്രസിനുണ്ടെങ്കിൽ അത് തെറ്റാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പോലെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പോലെ മറ്റൊരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗും. ആ മുസ്ലിം ലീഗിനെ കോൺഗ്രസിനോടൊപ്പം നിർത്തി UDF സഖ്യമായി നിന്നുകൊണ്ട് ഭരിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിങ്ങളെ ഒന്നും പരിഗണിക്കേണ്ട എന്ന ധാരണ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു അജീബ. ഒപ്പം അജീബ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LDFിനോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അതുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആരെയും സ്ഥാനാർത്ഥിയാക്കാതെ ഇരിക്കുന്നില്ല ഇടതുപക്ഷം. മത്സരിച്ച് വിജയിക്കുവാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിമാർ LDFിലുണ്ട് എങ്കിൽ അവരെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർഗത്തിൻ്റെയോ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കോൺഗ്രസിൻ്റെ കാര്യമായ രീതിയിലുണ്ട് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത് ശരിയായ നിലപാടല്ല, അത് ശരിയായൊരു രീതിയല്ല എന്നാണ് അജീബ വ്യക്തമാക്കുന്നത്. അജീബ എം സാഹിബിൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ പോലും സ്ത്രീകളെയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരെയോ KPCCയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിലേക്കോ ഒന്നും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ല എന്ന വലിയൊരു സങ്കടവും അജീബ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നു. 2019ലെയും 2024ലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വെള്ളം കുടിച്ചത് എവിടെ കോൺഗ്രസിൽ ഒരു മുസ്ലിം നാമധാരിയായ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു. അത് പലതരത്തിലായിരുന്നു 19ലും 24ലും ഒക്കെ കോൺഗ്രസ് വിജയകരമായി ഒതുക്കി തീർത്ത് എടുത്തത്. 19ൽ ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലേക്ക് മത്സരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നു. അന്ന് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ സ്ത്രീകളായി കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ 24ലേക്ക് വരുമ്പോൾ ഒറ്റ സ്ത്രീയിലേക്ക് ഒതുങ്ങുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. അതായത് 24ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ സ്ത്രീകളില്ല എന്ന സാരം. കോൺഗ്രസിൽ നിന്ന് ആകെ ഒരു മുസ്ലിം നേതാവായുള്ളത് ഷാഫി പറമ്പിലാണെന്നും വ്യക്തമാക്കുന്നു അജീബ എം സാഹിബ്.